ഭിന്നശേഷിക്കാരനായ 3 വയസ്സുകാരനെ കൊന്ന പിതാവ് ജീവനൊടുക്കി. തൊടുപുഴ കാഞ്ഞിരമറ്റത്താണ് സംഭവം. ഉമേഷ്, മകൻ ദേവ് എന്നിവരാണ് മരിച്ചത്. തൊടുപുഴ SHOയുടെ പ്രതികരണത്തിലേക്ക് ആദ്യം. അയാൾ ചെറിയ കൂലിപ്പണിയും ലോട്ടറി കച്ചവടമായിട്ടൊക്കെ നടക്കുകയാണ്. അപ്പം നമ്മൾ കയറി പരിശോധിച്ചതിൽ ഈ കുട്ടി ബെഡ്റൂമിൽ കുട്ടിയെ ഫാനിൽ ഹാങ് ചെയ്തിരിക്കുകയാണ്. പിതാവ് ബെഡ്റൂമിൽ പുറത്ത് ഹാളിൽ കയറിൽ ഹാങ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് പ്രാഥമികമായിട്ട് കാണുന്നത്. ഇനി കൂടുതലായിട്ടുള്ള പരിശോധനകളും കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ നടപടിക്രമങ്ങളൊക്കെ നമ്മൾ രാത്രി തന്നെ ചെയ്യുന്നുണ്ട്. വേണ്ടുന്ന സയൻറ്റിഫിക് ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ബാക്കി നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നു. ഈ പിതാവ് എന്ന് പറയുന്ന ഉമേഷ്, അയാൾ ചെറിയ കൂലിപ്പണിയും ലോട്ടറി കച്ചവടമായിട്ടൊക്കെ നടക്കുകയാണ്. അപ്പം നമ്മൾ കയറി പരിശോധിച്ചതിൽ ജോസൽ സെബാസ്റ്റ്യൻ ഉണ്ട്. ജോസൽ, എന്താണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്? അസിത, തൊടുപുഴ കാഞ്ഞിരമറ്റത്ത് വാടക വീട്ടിലാണ് ഈ 3 വയസ്സുകാരനെയും അച്ഛനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുളമാവ് മുത്തിരുണ്ടാർ പുത്തൻപുരയ്ക്കൽ NB ഉന്മേഷും മകൻ ദേവുമാണ് മരിച്ചിട്ടുള്ളത്. ഭിന്നശേഷിക്കാരനായ മകനെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം എന്നാണ് ഇപ്പോൾ SHO വ്യക്തമാക്കുന്നത്. രാത്രി 8:30യോടുകൂടിയാണ് ഈ സംഭവം പുറംലോകമറിഞ്ഞത്. വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ നിന്ന് ജോലി കഴിഞ്ഞു വന്ന ഉന്മേഷിന്റെ ഭാര്യ ശില്പയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടത്. ഉന്മേഷ് ഹാളിലും കുട്ടി കിടപ്പുമുറിയിലും ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു. ഉന്മേഷ് കയറിലും കുട്ടി ഒരു ഷാളിലുമാണ് തൂങ്ങി നിൽക്കുന്നത്. ശില്പയുടെ കരച്ചിൽ കേട്ടെത്തിയ സമീപവാസികളാണ് പോലീസിൽ വിവരം അറിയിച്ചത്. ഉടൻ തന്നെ തൊടുപുഴ SHO S മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തി. അതിനുശേഷം മൃതദേഹങ്ങൾ തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും. ഈ SHO പറഞ്ഞതുപോലെ തന്നെ ഈ ഉന്മേഷ് കൂലിപ്പണിയും ലോട്ടറി വ്യാപാരവും ഒക്കെയായി ജീവിക്കുന്നയാളാണ്. ഈ ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയാണ്, 3 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയാണ് ഇവർക്കുണ്ടായിരുന്നത്. ആ കുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷമായിരിക്കണം ഇയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതാണ് ഒരു പ്രാഥമിക നിഗമനം. അസിത.